എന്താണ് റൈറ്റ് എ ഫ്യൂ വേർഡ്സ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് തരും. ഈ പാഠഭാഗത്തില് പരീക്ഷയ്ക്ക് നമുക്ക് പറയുന്ന വേറൊരു സാധനമാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയും. നമ്മുടെ ജഗം വന്നിട്ട് തോന്നുന്നുണ്ട് കേട്ടാ, നോക്കി നോക്കാം. ഇതാരാ? ജഗനല്ലല്ലോ, സിജി അന്തോണീസ്, ആരോ ഒരാൾ പോയിട്ട് വന്നിട്ടുണ്ടോ? ആരാത്? ഓക്കെ. അപ്പോ നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പരീക്ഷയ്ക്ക് വരും. നമ്മള് പഠിച്ച കഥാഭാഗത്തിലെ കഥാപാത്രങ്ങളെ വിവരിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ കണ്ട ഇപ്പൊ നമ്മുടെ തരുണിനെ വിവരിക്കുന്ന ചില വാക്കുകളുണ്ട്, അത് എഴുതാനാ പറയണത്. എന്താ? അതായത് റീഡ് ദ സ്റ്റോറി, തരുണിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു വാക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഏതാ വാക്ക്? മീഡിയോക്കർ എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ട കൊടുത്തിറക്കണ. മീഡിയോക്കർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? ഒരു ഏവറേജ് സ്റ്റുഡന്റ് ആണ് ആര്? ഏവറേജ് ആണ് ആര്? തരുൺ. പിന്നെ വേറെ എന്തൊക്കെയാ തരുണിന്റെ പ്രത്യേകതകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണുന്നത്? എക്സലന്റ് റണ്ണർ, വെരി ഗുഡ്. പിന്നെയോ ബ്ലാക്ക് ഷീപ്പ് അല്ലേ? അത് തരുണിനെ കുറിച്ച് നമുക്കുള്ള ധാരണയല്ലല്ലോ, അത് വീട്ടുകാര് പറഞ്ഞുണ്ടാക്കിയുള്ളല്ലേ. ആ വാക്ക് തരുണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്ക് എന്ന് പറയുമ്പോൾ വീട്ടുകാർ ഡിസ്ക്രൈബ് അങ്ങനെ പറയാം ശരിയാ. പിന്നെ വേറെന്താ? സെൽഫ് കോൺഫിഡന്റ് പറയാം. പിന്നെ ഹാർഡ് വർക്കിംഗ് അല്ലേ? ഹാർഡ് വർക്കിംഗ്. പിന്നെയോ വേറെന്താ? ഡിറ്റർമൈൻഡ് ബോയ്. ഓക്കെ. ഇതാട്ടാ ഇവിടെ ഇതിന്റെ അടിയില് കുറച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. അപ്പൊ അത് ഈ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ എഴുതാട്ടാ. പുക പോലെ തന്നിട്ടുള്ളതിലൊക്കെ എഴുതാം. നോക്കിയേ, സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. ഹി ഫെയിൽഡ് ദ എക്സാമിനേഷൻ, ടെർമിനൽ എക്സാമിനേഷൻ. ടെർമിനൽ എക്സാമിനേഷൻസ്. അപ്പൊ എന്താ അവനുണ്ടായിട്ടുള്ള റെസ്പോൺസ്, അവന്റെ ഭാവം എന്തായിരുന്നു? അതിൽ പറയുന്നുണ്ട് ഫീലിംഗ് ഡിപ്രസ്ഡ്, ഹി റാൻ അറൗണ്ട് ദ പാർക്ക് അല്ലേ? അവരാകെ വിഷമായി, ഡിപ്രഷൻ വന്നു, മനസ്സിടിഞ്ഞു. പിന്നെയോ റാൻ അറൗണ്ട് ദ പാർക്ക്, പാർക്കിന് ചുറ്റും അവൻ ഓടി. വാട്ട് ഇറ്റ് ഷോസ്, ഇത് കാണിക്കുന്നത് എന്താണെന്ന ചോദ്യം. എന്താണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നുക? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്താ പറയാ നമ്മൾ ആ അവസ്ഥേനെ? അങ്ങനത്തെ അവസ്ഥേനെ നമ്മൾ സാധാരണ പറയാ അപ്സെറ്റ് എന്നാ പറയാ. അപ്സെറ്റ് കേട്ടോ, അവിടെ എഴുതി വെച്ചോളൂ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കയ്യില് ഉണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക. അവിടെ എന്താ ഉണ്ടാകുക? വെരി അപ്സെറ്റ്. ഹി വാസ് വെരി അപ്സെറ്റ്. UPSET അപ്സെറ്റ്. പിന്നെ അടുത്തത് നോക്കാം നമുക്ക്. ഐ സി ഗുഡ് ഫ്യൂച്ചർ ഇൻ യു സെഡ് രാംനാരായൺ. രാംനാരായൺ അവനോട് പറയാണ്, ഞാൻ നിന്നിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നു. അപ്പൊ അരുണിന്റെ അവസ്ഥ എന്താ? അരുൺസ് റെസ്പോൺസ് എന്താ? അരുൺ ബ്ലഷ്ഡ്, ആകെ വണ്ടടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ആകെ അല്ലേ ഇത് കർത്തവ്യതാമൂടൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുക. ബ്ലഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് കാണിക്കണത്? ഒരാൾ അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുക എന്നറിയോ? എന്താ? സന്തോഷം, വളരെ സന്തോഷം, ഒപ്പം തന്നെ നാണം. അപ്പോ നമുക്ക് അവിടെ നിന്ന് എഴുതാം ഷൈ ആൻഡ് ഹാപ്പി. അരുണിന്റെ അവസ്ഥ എന്താ? ഷൈ ഹാപ്പി.
പിന്നെ അടുത്തത് however hard I must win this race thought തരുൺ. എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ ഈ റേസ് ഞാൻ എന്താ നേടും എന്നാ പറയണത്. അപ്പൊ എന്താണ് അതിന്ന് അരുണിന്റെ ആ റെസ്പോൺസ്, ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ് എന്താണ്, അവന്റെ മനസ്സിൽ എന്താണ്, അവന്റെ മനോഭാവം എന്താണ്? ഏതാ? കോൺഫിഡന്റ് അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് മൈൻഡ് അല്ലേ? അല്ലെങ്കിൽ ഹീസ് വില്ലിംഗ് ടു ടേക്ക് ചലഞ്ച്, വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് അർത്ഥം. അപ്പൊ അവിടെ അത് എഴുതാം നമുക്ക് അല്ലേ? എന്തെഴുതാ? കോൺഫിഡന്റ് ആൻഡ് വില്ലിംഗ് ടു ടേക്ക് ചലഞ്ച് അല്ലെങ്കിൽ ഫേസ് ചലഞ്ച്. വില്ലിംഗ് ടു ഫേസ് ചലഞ്ച്. ഓക്കെ. അപ്പോൾ അത് ഷോ ചെയ്യണത് എന്താ? ഷോ ചെയ്യണത് ഇതൊക്കെ തന്നെ. ഹീസ് എന്താ? ഡിറ്റർമൈൻഡ് അല്ലേ? സ്ട്രോങ് ഡിറ്റർമിനേഷൻ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, സ്ട്രോങ് ഡിറ്റർമിനേഷൻ. പക്ഷെ അടിയിൽ ഡിറ്റർമിനേഷൻ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എഴുതണ്ട നിങ്ങളൊപ്പം? എഴുതിക്കോളൂട്ടാ. ഇനി തരുൺ സ്മൈൽഡ് അറ്റ് രാംനാരായണ ബട്ട് ഹി ഡിഡ് നോട്ട് സേ എ വേർഡ്. തരുൺ രാംനാരായണന്റെ നേരെ ചിരിച്ചു, പക്ഷെ ഒരു വാക്കുപോലും മിണ്ടിയില്ല. അപ്പൊ എന്താ? അതില് അപ്പുറത്ത് ഏറ്റവും അറ്റത്ത് കൊടുത്തിട്ടുണ്ട് ഡിറ്റർമിനേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് നടിക്കലുള്ള ചോദിച്ചുള്ളത് അവന്റെ റെസ്പോൺസ് എന്താണെന്ന്. എന്താണ്? ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്ന് വെച്ചാൽ ഇവിടെ തരുണിന് വിഷമാണോ, ദേഷ്യമാണോ, സങ്കടമാണോ, എന്താണ്? രാംനാരായണൻ വന്നിട്ട് ഇത് പറഞ്ഞപ്പോ, രാംനാരായണനെ കണ്ടപ്പോ എന്താ ഉണ്ടായത്? എന്താ? തരുൺ വാസ് ഹാപ്പി. തരുണിന്റെ ഫീലിംഗ് എന്താ? തരുൺ സ്മൈൽഡ് അറ്റ് രാംനാരായൺ. രാംനാരായണന്റെ നേരെ നോക്കി, അതായത് രാംനാരായൺ പറയാണ് നിനക്ക് ഞാൻ വേണ്ട കോച്ചിങ് തരാം എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ തരുണിനുണ്ടായ ഫീലിംഗ് എന്താ? സങ്കടാണോ, ദേഷ്യമാണോ, സന്തോഷാണോ? എന്താ? സന്തോഷം അല്ലേ? അപ്പൊ അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഉണ്ടാ. പിന്നെ ഡിറ്റർമിനേഷൻ എന്ന് കാണിക്കണ്ട, അവന്റെ അത് ഷോ ചെയ്യണത് എന്താണ്? ഡിറ്റർമിനേഷൻ. അപ്പൊ ഹാപ്പിയാണ്. രാംനാരായൺ വന്നതിൽ അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ അവന്റെ അത് സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നുണ്ട്. അതിപ്പോ സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും അവൻ ഹാപ്പി എന്ന് പറഞ്ഞാൽ പോരാ അല്ലെ? ഒരിനും കാട്ടി ഇത്തിരി കൂടി കടുത്ത വാക്ക് വെക്കേണ്ടി വരും. എന്താ? എന്താ? ആങ്സൈറ്റ്മെന്റാ? ആങ്സൈറ്റി ആണോ ഉദ്ദേശിക്കുന്നത്? ഉത്കണ്ഠയാണോ? എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റ്, അത് ശരിയാ. ഭയങ്കര ഒരു എന്താ പറയാ, ആവേശം അല്ലേ? അതായാലും മതി, എക്സൈറ്റ്മെന്റ് മതി, കുഴപ്പമില്ല. EXCITEMENT എക്സൈറ്റ്മെന്റ്. പിന്നെ തരുൺ ഷോ ഹിംസെൽഫ് എഹെഡ് ഓഫ് എവരിബഡി. തരുൺ ഓടുന്ന സമയത്തുണ്ടായ ഒരു അവസ്ഥയെ പറയണത്, അവനാണ് എല്ലാവരെക്കാളും മുൻപിൽ എന്നുള്ളത് അവൻ കണ്ടു. അപ്പോ അവന്റെ മനോഭാവം എന്തായിരുന്നു? എന്തായിരുന്നു മനോഭാവം? പ്രൗഡ്. ആ വാക്ക് അതിൽ പറയുന്നുണ്ട്, കോൺഫിഡന്റ് ആൻഡ് പ്രൗഡ് അല്ലേ? പ്രൗഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെക്സ്റ്റില്. അപ്പോ അത് എന്തിനാ സൂചിപ്പിക്കണത്? പ്രൗഡ്നെസ് വന്നു. അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇറ്റ് ഷോസ് ഹി വാസ് കോൺഫിഡന്റ് ടു വിൻ. എന്താ സൂചിപ്പിക്കണത്? അവൻ വിജയിക്കുമെന്നുള്ളത് ഉള്ള ധൈര്യം അവന് വന്നു. അതല്ല അത് സൂചിപ്പിക്കണത് അല്ലേ?
നോക്കൂ, പിന്നെ തരുൺ ഗോട്ട് അപ്പ് ദ തേർഡ് ടൈം ആൻഡ് റാൻ വിത്ത് ഓൾ സ്ട്രെങ്ത് ഹി ഹാഡ്. അതിന്ന് എന്താ മനസ്സിലാക്കുക? എന്താ തരുണിന്റെ റെസ്പോൺസ് എന്താന്ന് ചോദിച്ചാൽ, റെസ്പോൺസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ് എന്താന്ന് ചോദിച്ചാൽ, ഈസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. അവൻ ഓട്ടമത്സരം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. റെഡി ടു, നോട്ട് റെഡി ടു ഗിവ് അപ്പ്. അതാണ് അല്ലേ? ഈസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. അവൻ ഓട്ടമത്സരം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പിന്നെയോ, ഇറ്റ് ഷോസ് ഹിസ് കറേജ് ആൻഡ് ഡിസയർ ടു വിൻ. അല്ലേ? എന്താണ് അത് കാണിക്കുന്നത്? കറേജ് ആൻഡ് ഡിസയർ ടു വിൻ. അവന്റെ ധൈര്യം, അതുപോലെ അവന്റെ ആഗ്രഹം. എന്താ? ടു വിൻ, വിജയിക്കണം എന്നുള്ള അവന്റെ ആഗ്രഹം. അല്ലേ? ശരിയല്ലേ? കേൾക്കണില്ലേ നിങ്ങള്? ഇനി എ ഫ്യൂ മോർ പോയിന്റ്സ് ടു ഡിസ്ക്രൈബ് തരുൺസ് അപ്പിയറൻസ്, ബിഹേവിയർ, ഔട്ട്ലുക്ക് എക്സെട്ര. അതായത് നമുക്ക് ഇപ്പൊ ഈ പാഠത്തിൽ പഠിച്ചത് കൂടാതെ തരുണിനെ കുറിച്ച് ഇത്രയും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തരുണിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. തരുണിനെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതെന്താണ്? അത് നമ്മുടെ വക കുറച്ചും കൂടി ഒന്ന് കൂട്ടാൻ പറയുന്നുണ്ട്. അവന്റെ അപ്പിയറൻസ്, ബിഹേവിയർ ഒക്കെ എന്താണ്? അവന്റെ ഫിഗർ എങ്ങനെയായിരിക്കും? ഈ പാഠത്തിൽ നമ്മൾ കാണുമ്പോൾ അവനൊരു ഓട്ടക്കാരനാണ്. അപ്പൊ അങ്ങനെ ഓടുന്ന ആൾക്കാരുടെ ഫിഗർ എങ്ങനെയായിരിക്കും? നല്ല തടിച്ചിട്ട് വണ്ണത്തില് ചളപള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശരീരമുള്ള ആളായിരിക്കുമോ തരുൺ? അങ്ങനത്തെ ആൾക്കാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടാ, നമ്മുടെ ക്ലാസ്സിലുണ്ട് കുറച്ച് ആൾക്കാര്. അങ്ങനത്തെ ആൾക്കാരായിരിക്കോ? നടക്കുമ്പോ അങ്ങനെ കുലുങ്ങി കുലുങ്ങി നടക്കുന്ന ആൾക്കാര് അതായിരിക്കോ? പിന്നെ അതന്നെ, ബോഡി നല്ല ഫിറ്റ് ആയിട്ട്. അത് പറയണ ആള് ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ആളാട്ടാ, മെലിഞ്ഞിട്ട് അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മളതിനെ പറയാ എന്താ പറയാ? അത്ലറ്റിക് ഫിഗർ എന്നാ പറയാ. അത്ലറ്റിക് ഫിഗർ കേട്ടാ. ഹി ഹാഡ് ആൻ അത്ലറ്റിക് ഫിഗർ. അവിടെ എഴുതിക്കോളൂ. ഹി ഹാഡ് ആൻ അത്ലറ്റിക് ഫിഗർ. ATHLETIC. അത്ലറ്റിക് ഫിഗർ എഴുതിയാ? അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. എന്താ അവന്റെ ബിഹേവിയർ? എങ്ങനത്തെ ബിഹേവിയറാ? എന്താ നമ്മളെ പോലെ തന്നെ? സംശയണ്ട. ബിഹേവിയറിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ അതേപോലത്തെ സ്വഭാവം അല്ലേ? എങ്ങനത്തെ സ്വഭാവം പറഞ്ഞേ? നമ്മുടെ സ്വഭാവം എന്താണെന്നൊന്നും അറിയട്ടെ. എങ്ങനെയാ ബിഹേവിയർ? ഹിസ് ബിഹേവിയർ. ഹൗ ഹിസ് ബിഹേവിയർ? എന്താ മിണ്ടാത്ത? അവന്റെ ബിഹേവിയർ എങ്ങനെയാന്ന്? ഗുഡ് ബിഹേവിയർ അല്ലേ? ക്വൈറ്റ് ഗുഡ്. അതുപോലെ ഹി വാണ്ട് ടു ഡു സംതിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ. ക്വൈറ്റ് ഗുഡ്. ഗുഡ് ബിഹേവിയർ ആൻഡ് വാണ്ട് ടു ഡു സംതിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ബിഹേവിയർ ഉള്ള ആളാണ്. ആര്? അതെ. മഴ ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടാ. നല്ല ശബ്ദം വരും ഇവിടെ. നോക്കിക്കോ. ഓക്കെ, ഇനി അടുത്തെന്താ? പിന്നെ ഒരെണ്ണം കൂടി എഴുതുകയാണെങ്കിൽ അവന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അവൻ നല്ല ആത്മവിശ്വാസം ഉള്ള ആളാണോ ആത്മവിശ്വാസം ഇല്ലാത്ത ആളാണോ? ഉള്ള ആള്. അപ്പൊ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയെന്നാ പറയാ? ഓപ്റ്റിമിസ്റ്റിക് എന്നാ പറയുന്നത്. ഈസ് വെരി ഓപ്റ്റിമിസ്റ്റിക്. മനസ്സിലായ? ആൻഡ് എന്താണ്? വെരി ഹാർഡ് വർക്കിംഗ്.
ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഞാൻ പറയുന്നത് കേൾക്കാണ്ട? മഴ പെയ്യുണ്ട് ഇവിടെ, ഒരു ജാതി ശബ്ദമുണ്ട്. അപ്പോൾ ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മളോട് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള എല്ലാ ഐറ്റംസും ഇപ്പൊ നമ്മുടെ കയ്യിലായി. സ്കൂളിൽ നിന്ന് എഴുതി തന്നിട്ടുണ്ട്, അത് അപ്പൊ അത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ, തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് zealously every day. He would get up at 4 in the morning. നമ്മളെ തൽക്കാലം ഭയങ്കര ശബ്ദം. ഓക്കെ, zealously, വളരെ ആവേശത്തോട് കൂടിയിട്ട് തരുൺ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. He would get up at 4 in the morning and run up to 10 miles. അവൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, എത്ര 10 മൈൽ ഓടുന്നു. This made him mentally and physically strong. But there is so many factors, both mental and physical, that affect health. പക്ഷേ ഈ മാനസികമായും ശാരീരികമായിട്ടും നമ്മുടെ ആരോഗ്യത്തിനെ ദോഷമായി ബാധിക്കുന്ന ചില ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു ഉദാഹരണം അവർ തന്നിട്ടുണ്ട്, ഫാസ്റ്റ് ഫുഡ്. ഫാസ്റ്റ് ഫുഡ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്ത് ഈ ഫാസ്റ്റ് ഫുഡ്? ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഭക്ഷണം, അതിനെയാണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയാം. അത് ദിവസവും കഴിക്കുന്നത് നല്ലതാണോ? അല്ല, ശരീരം കേടാവും. അപ്പോ അതുപോലെ എന്തൊക്കെയാ ശരീരത്തിനെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ? ഫാസ്റ്റ് ഫുഡ്, അതേപോലെ വേറൊന്ന് ഞാൻ മാഷ് പറയട്ടെ, ലാക്ക് ഓഫ് എക്സർസൈസ്. നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുക ശരീരത്തിനെ ബാധിക്കില്ലേ? അത് ഞാൻ അതേപോലെ നിങ്ങളുടെ ഭാഷയിലൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാ പിന്നെ ബാധിക്കുന്ന വേറൊന്ന്? പറയ്, ഞാൻ പറയും. എക്സസൈസ് ചെയ്യാതിരുന്നാൽ, എക്സർസൈസ്, ലാക്ക് ഓഫ് എക്സർസൈസ്, അതൊന്ന്. ഒരെണ്ണം കൂടി ഞാൻ പറയട്ടെ എന്നാ. ഒരെണ്ണം കൂടി പറയണ, ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കക്കുറവ്. രാത്രി ഇങ്ങനെ 3 മണി വരെയൊക്കെ ചില ആൾക്കാർ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കും. നിങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ? അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുണ്ടാ? അങ്ങനത്തുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല കേട്ടാ. അപ്പോ നമുക്ക് ആ സ്വഭാവം കിട്ടും. പിന്നെ വേറെന്താ? വേഗം പറയൂ. യൂസ് ഓഫ് ഡ്രഗ്, കള്ളുടിക്കുക, സിഗരറ്റ് വലിക്കുക, അങ്ങനത്തെ ആൾക്കാരില്ലേ? നല്ലതാണോ അത്? ആ, ഓക്കെ. പിന്നെയോ ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന വേറൊരു സാധനം പറയട്ടെ ഞാൻ. ഹെൽത്തിനും കേടാക്കുന്ന വേറൊരു കാര്യം പറയട്ടെ. ഇഷ്ടാവോ നിങ്ങക്ക്? വിഷമാവോ നിങ്ങക്ക്? വേറൊന്നല്ല, TV കാണുക, വീഡിയോ ഗെയിം കളിക്കുക, മൊബൈൽ ഫോണില് കളിക്കുക, ഗെയിം കളിക്കുക. ശരീരത്തിന് നല്ലതാണോ? ആ, കണ്ടാ, അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ നിങ്ങളുടെ ഇടയില്? നിങ്ങൾ കളിക്കാറുണ്ടോ വീഡിയോ ഗെയിമൊക്കെ? പറയുന്നേ
ഓ ഓ ഓ ഓ അതാരത്? ഇവിടെ തീരെ വീഡിയോ ഗെയിം കളിക്കാത്ത ചില ആൾക്കാരുണ്ട് അല്ലേ? ആ ആരാ? ഗൗതമ് കളിക്കാറില്ലല്ലോ. അവൻ വീഡിയോ ഗെയിമാ എന്തത്? അവനറിയില്ല എന്താ സാധനം എന്നറിയില്ല. ഇനി the race Tarun participated in was quite exciting. Several factors made it lively. The announcement was one of them. അപ്പോ ഇവിടെ നമ്മൾ ഈ ഇവന്റെ ഓട്ട മത്സരം കാണാനായിട്ട് സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കേൾക്കുന്ന അനൗൺസ്മെന്റ് ഉണ്ട്. അല്ലേ? അനൗൺസ്മെന്റ് ഇങ്ങനെ മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ കഥയില്? എന്താ നിങ്ങൾ ആ അനൗൺസ്മെന്റ് നമ്മളോട് നടത്താനാ പറയണത് ഇവിടെ. അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ എഴുതി കൊടുക്കാം. നോക്കിയാ എന്താണ് ആ സ്ക്രിപ്റ്റ്? ഇതാ ഇവിടെ തന്നുള്ളത് എന്താ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു നെഹ്റു സ്റ്റേഡിയം ഫോർ വാച്ചിങ് ദ റൈസ് ഇൻ കണക്ഷൻ വിത്ത് ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻസ്. റൈസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് സൂൺ. യങ് അത്ലറ്റ്സ് from various schools are participated and it will be flagged off by Sri Ram Narayan, the famous athletic coach. Thank you. അല്ലെ? ഒരു അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ തന്നത്. ഇനി നമ്മളോട് പറയാണ് എന്തിനെ കുറിച്ചാണ്? കുറച്ച് ചോദ്യങ്ങൾ ഇട്ടാ. വാട്ട് ഈസ് ദ അനൗൺസ്മെന്റ് അബൌട്ട്? എന്തിനെ കുറിച്ചുള്ളതാണ് ഈ അനൗൺസ്മെന്റ്? എന്തിനെ കുറിച്ചാ? about the rice അല്ലേ? the announcement is about rice അല്ലേ? ശരിയല്ലേ? ഇനി who is addressed here? ഇവിടെ ആരെയാണ് ഇവിടെ പറയുന്നത്? എടുത്തു പറയുന്നത് ആരെയാ? ആരെയാ? അല്ല, അങ്ങനെയല്ല. ആരോടാണ് ഇത് പറയുന്നത്? who is addressed here എന്ന് പറഞ്ഞാൽ ആരോടാണ് ഇത് പറയുന്നത്? പബ്ലിക്കിനോട്. അതന്നെ അല്ലേ? ആരാ? ഇതാ എന്താണ്? സ്പെക്ടേറ്റേഴ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ, കാഴ്ചക്കാര്, ഓഡിയൻസ് എന്നൊക്കെ പറയില്ലേ നമ്മള്? പ്രേക്ഷകര് എന്ന് പറയില്ലേ? ഇവിടെ കാണാമെന്നുള്ള ആൾക്കാരെ നമ്മള് ഓഡിയൻസ് എന്താ പറയാ? ഈ ഗാലറിയിൽ വന്നിട്ട് കളി കാണുന്ന ആൾക്കാരെ കാഴ്ചക്കാര് എന്നുള്ള അർത്ഥത്തില് സ്പെക്ടേറ്റേഴ്സ് എന്ന് പറയാം. SPECTORS സ്പെക്ടേറ്റേഴ്സ്. സോറി, OR ഒരു ടീം കൂടി ഉണ്ട് കേട്ടോ. OTORS സ്പെക്ടേറ്റേഴ്സ്. അതായത് CTATORS അങ്ങനെ. SPECTATORS. ഒന്നുകൂടി പറയണ? SPECTATORS spectators. Okay. Where is the event held? എവിടെയാണ് ഈവന്റ് നടക്കുന്നത്? അറ്റ് നെഹ്റു സ്റ്റേഡിയം. അതിന്റെ മുകളിലൊരു ചോദ്യമുണ്ട്. വെൻ ഈസ് ഈവന്റ് ഹെൽഡ്? എപ്പോഴാണ് ഈവന്റ് നടക്കുന്നത്? അതിന് നമ്മളിങ്ങനെ പറയാ? ഓൺ ചിൽഡ്രൻസ് ഡേ എന്ന് പറയാം. ഓൺ ചിൽഡ്രൻസ് ഡേ. ചിൽഡ്രൻസ് ഡേയുടെ അന്ന് എന്നുള്ള അർത്ഥത്തിൽ ഓൺ ചിൽഡ്രൻസ് ഡേ. ഇനി വാട്ട് ഈസ് ദ ഇന്റൻഷൻ ഓഫ് അനൗൺസ്മെന്റ്? അനൗൺസ്മെന്റിന്റെ ഉദ്ദേശം എന്താ? ഇത് തുടങ്ങാൻ പോവല്ലേ? തുടങ്ങാൻ പോകുമ്പോ ഇൻവൈറ്റ് ഓഡിയൻസ് അല്ലേ? കാഴ്ചക്കാരെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് നമ്മൾ. എല്ലാവരും കാണൂ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയണത്. ഇൻവൈറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ഇൻവൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെക്ടേറ്റേഴ്സ്. ഓക്കെ, ഇൻവൈറ്റ് സ്പെക്ടേറ്റേഴ്സ് എന്ന് പറയണ്ട, ഇൻവൈറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാ. ഇനി പിന്നെ വാട്ട് ആർ ദ അതർ ഡീറ്റെയിൽസ് ഗിവൻ? എന്തൊക്കെയാണ് വേറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്?
ആ യങ് അത്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ പിന്നെ ഇതിൽ പറയുന്നത് രാംനാരായണ ദ ഫ്ലാഗ് ഓഫ് ചെയ്യണു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ അപ്പൊ ഇവിടെ എടുത്തു പറഞ്ഞുള്ളത് ഡീറ്റെയിൽസ് കൊടുത്തുള്ളത് അബൌട്ട് പാർട്ടിസിപ്പൻസ്, പിന്നെ ഹു ഈസ് ഫ്ലാഗിങ് ഓഫ്, ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? എന്താ ഇതിന്റെ നേരെ നമ്മൾ എഴുതുക? അബൌട്ട് പാർട്ടിസിപ്പൻസ് ആൻഡ് ഹു ഈസ് ഫ്ലാഗിങ് ഓഫ്. പിന്നെ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ലാംഗ്വേജ്, ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ ഈ അനൗൺസ്മെന്റ് നടത്തുമ്പോൾ? നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയാണോ ഇവിടെ ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന ഭാഷയാണോ ഇവിടെ? അനൗൺസ്മെന്റ് നടത്തുന്ന ആൾക്കാരുടെ ഒരു ശൈലി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കഴിയുമ്പോൾ ഇലക്ഷന് വണ്ടിയിൽ അനൗൺസ്മെന്റ് നടത്തി പോയിരുന്നു, കേട്ടായിരുന്നില്ലേ അത്? നമ്മൾ പരിചയമുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ അനൗൺസ്മെന്റ് നടത്തുക, പക്ഷെ അനൗൺസ്മെന്റ് കേട്ടാ അയാളാന്ന് തോന്നില്ല അല്ലേ? നല്ല അച്ചടി വടിപൊത്ത വാക്കുകൾ വെച്ചിട്ട് ഭയങ്കര ശബ്ദത്തില് അല്ലേ? പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഷോർട്ടായിരിക്കും അവരുടെ വാക്കുകൾ, വലിയ കഥ പറയില്ല, ഷോർട്ട്, വെരി ഷോർട്ട്. അതാണ് കണ്ടാ ഈ വാക്കുകൾ തന്നെ നോക്കി നോക്കിയാൽ വെൽക്കം ടു നെഹ്റു സ്റ്റേഡിയം, ശരിക്കും അതേ വേണ്ടോ? ഇതില് ടു ഫോർ വാച്ചിങ് റൈസ് ഇൻ കണക്ഷൻ വിത്ത് ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ അങ്ങനെ പറയില്ല, സാധാരണ എങ്ങനെയും പറയില്ല. എന്താ വിളിക്കുക? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വെൽക്കം ടു നെഹ്റു സ്റ്റേഡിയം, ടുഡേ വി ആർ, എന്നിട്ട് ഇങ്ങനെ പറയാം ഹിയർ ഏതാണ് ദ റൈസ് ഇൻ കണക്ഷൻ വിത്ത് ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ, എന്നിട്ട് ദ റൈസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് സൂൺ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെരി ഷോർട്ട് അല്ലേ? എന്താ ലാംഗ്വേജിന്റെ പ്രത്യേകത? എന്താ പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഷോർട്ട് ആൻഡ് ഓൺലി ദ പോയിന്റ്സ് ആർ ഗിവൻ ആൻഡ് ഇൻ എന്താണ് ഇൻഫോർമൽ ലാംഗ്വേജ്. ഇൻഫോർമൽ ലാംഗ്വേജ് അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് പറയുക ചെയ്യുക. കേൾക്കുന്ന ആൾക്കാർക്ക് പക്ഷെ ഒക്കെ മനസ്സിലാവും. ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നത് പോലെ വർണ്ണിക്കില്ല. ലോട്ടറിക്കാർ വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? നാളെ 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 എന്ന് മാത്രമേ അവർ പറയുള്ളൂ. കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്തുട്ടാ നാളെ അല്ല തെരഞ്ഞെടുപ്പ് ആണ്, അല്ല സോറി ലോട്ടറി എടുക്കലാണ് എന്നുള്ള കാര്യം ആണ് ഉദ്ദേശിക്കുന്നത് അറിയാം അല്ലേ? അതാണ് ഷോർട്ടാണ്, ഷോർട്ട് ആൻഡ് ബ്രീഫ് ബട്ട് നരേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. സ്പോർട്സ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ മീറ്റിംഗ് ടു കൺഗ്രാജുലേറ്റ് തരുൺ. തരുണിനെ അഭിനന്ദിക്കാനായിട്ടൊരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചു. അപ്പോ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊരു അനൗൺസ്മെന്റ് ഉണ്ടാക്കാനാ പറയുന്നത്. അപ്പൊ എന്താ, എങ്ങനെയാ അനൗൺസ്മെന്റ് ഉണ്ടാക്കുക? വല്ലതും പറയണ്ട? പോയ എല്ലാവരും ഇത് സ്കൂളിൽ നിന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. ഇത് ഉണ്ടാക്കാൻ പറയുമ്പോ വേറൊന്നുമല്ല, ഇതാ മുകളിലുള്ള അനൗൺസ്മെന്റ് നോക്കുക, ചെറിയൊരു മാറ്റം വരുത്തിയാൽ വെൽക്കം ടു, ഇതെവിടെയാ നമ്മൾ മീറ്റിംഗ് എവിടെയാ നടത്തുന്നത്? സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോ നമ്മൾ പറയും വെൽക്കം അല്ലെ, ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നുള്ളൊരു പേര്. സ്കൂളിലാവുമ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വേണ്ട. നമ്മൾ പറയാ എന്താ, ഡിയർ എന്താണ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് അല്ലേ, ആൻഡ് ഫ്രണ്ട്സ്. അതാണ് സുഹൃത്തുക്കളെ അല്ലേ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്. വെൽക്കം ടു ദ സ്കൂൾ ഓഡിറ്റോറിയം ഫോർ
ആ വാക്കുകളൊക്കെ അങ്ങനെ തന്നെ. ഫോർ വാച്ചിങ് ദ റൈസ് ഇൻ കണക്ഷൻ എന്നുള്ളതിന് പകരം ഫോർ വാച്ചിങ് ദ, എന്താ ഇവിടെ പറയുന്നത്, വാച്ചിങ് ദ ഫങ്ഷൻ, ഫോർ വാച്ചിങ് ദ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ വാച്ചിങ് ദ ഫങ്ഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ, ഇൻ കണക്ഷൻ വിത്ത്, അല്ലെങ്കിൽ ടു വാച്ചിങ് ദ ഫങ്ഷൻ ഫോർ കൺഗ്രാറ്റുലേറ്റിംഗ്, വിച്ച് കൺഗ്രാറ്റുലേറ്റിംഗ് തരുൺ. പിന്നെയോ പിന്നെ അതിലത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ചാൽ മതി അല്ലേ. ദ ഫങ്ഷൻ വിൽ ഗോയിങ്, ദ ഫങ്ഷൻ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് സൂൺ. പിന്നെയോ പിന്നെ എന്താണ്, ദ ഫങ്ഷൻ വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ഹെഡ് മാസ്റ്റർ അല്ലേ. അങ്ങനെ പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. വേണമെങ്കിൽ ഒരു സമയവും വെക്കാൻ വേണ്ടി. ഇങ്ങോട്ടും അല്ലേ. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഇട്ടാ ഇതൊന്ന് നോക്കിയോട്ടെ, മൊത്തം എന്തോരം ഉണ്ടെന്ന് നോക്കിയോട്ടെ. ഇല്ലെങ്കിൽ നമ്മളിത് ഇത് ഇനി ഈ പ്രൊഫൈലും ഇങ്ങനത്തെ സാധനങ്ങളാ, ഇത് വേണ്ട നമുക്ക് കേട്ടാ. കരിക്കുലം വിറ്റ് സമയം ഇത് ഓക്കെ, ഇത് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഹിന്ദി കൊടുക്കുന്നുണ്ടാവുക കേട്ടാ. സ്കൂളിൽ എഴുതിയൊന്നും ഇതിന്റെ നോട്ട് നമുക്ക് വേണ്ടത് ക്യാരക്ടർ സ്കെച്ചും പിന്നെ ഈ അനൗൺസ്മെന്റും പിന്നെ ഒരു നോട്ടീസും കഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ. അതാ. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടാ. വരുമ്പോ എനിക്ക് കാണിച്ചു തന്നാൽ മതി കേട്ടാ. ഓക്കെ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.